ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തെറ്റാറഡ് എക്സ്പെക്ടേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സിനെ കുറിച്ചിട്ടാണ്. സോ എന്തൊക്കെ കറന്റ് ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കാം. 2 പൈലാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പൈലായിട്ട് ആമസോൺ ആയിട്ടും സെക്കൻഡ് പൈലായിട്ട് നമ്മുടെ ഹെമറ്റൈറ്റ് സ്റ്റോണും ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ബ്രേസ്ലെറ്റിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവൻ ഒരു ബ്രേസ്ലെറ്റിന്റെ പൈല് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പൈല് കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ വേഗം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി അനുസരിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് പൈലായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ബ്രേസ്ലെറ്റ് ആമസോണൈറ്റ് ആണ്, സെക്കൻഡ് ഹെമറ്റൈറ്റ് ആണ്. ഇനി ഇതിന്റെ ഗുണവശങ്ങളെ കുറിച്ചും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് പൈലായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ആമസോൺ ആയിട്ട് നമുക്ക് ബാലൻസ് തരാൻ, ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ബോഡി ബാലൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു മെന്റൽ അല്ലെങ്കിൽ ബോഡി ബാലൻസ് തരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഇമോഷൻസിനെ പോസിറ്റീവ് ആക്കാൻ ഇത് സഹായിക്കും. നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറയ്ക്കാൻ സഹായിക്കും. ഇന്നർ പീസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സഹായിക്കും. അത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആൻസൈറ്റി, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, അതിനൊക്കെ ഒരു ബെറ്റർ സൊല്യൂഷൻ ആണിത്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കെയറിനാണ് നിങ്ങൾ കൂടുതൽ ഇത് കൊടുക്കുന്നത്. നിങ്ങളുടെ അസുഖങ്ങൾക്ക് നിങ്ങൾക്കൊരു സ്ട്രെസ് റിലീഫ് വേണമെന്നാണെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഗുഡ് ലക്ക് വേണമെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് വെൽത്ത് ഇസ് ഹെൽത്ത് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് വെൽത്ത് വേണം, അതായത് ഹെൽത്ത് എന്ന വെൽത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പോകാന്നാണ്. ഓൾറെഡി നമ്മളുടെ ചക്രാസ് ബാലൻസ് ആകുമ്പോൾ നമുക്ക് ഫോർച്യൂണും വരുമെന്നാണ്. സോ ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ത്രോട്ട് ചക്ര ബാലൻസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ക്രിസ്റ്റൽ എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ക്രിസ്റ്റൽ മേടിച്ച് കയ്യിലിട്ടിട്ട് ചുമ്മാ നോക്കി നടന്നിട്ട് കാര്യമില്ല. ഇത് 15 ദിവസത്തോളം ക്ലെൻസ് ചെയ്യണം. ആൻഡ് പ്രോഗ്രാം ചാർജ് എനർജൈസ്ഡ് ക്രിസ്റ്റൽസ് ആണ് നമുക്ക് ഫലം തരിക. അതുപോലെ തന്നെ ഇതിന്റെ സർട്ടൺ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവും. നിങ്ങളപ്പോൾ അതും കൂടി ഫോളോ ചെയ്യുക. എന്നും ക്രിസ്റ്റലിന് കുറച്ച് സമയം നിങ്ങളുമായി സ്പെൻഡ് ചെയ്യാൻ സമയം കൊടുക്കുക. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്റ്റലിന്റെ ഇഫക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും കൊണ്ടുവരാൻ സാധിക്കുക. ആൻഡ് നിങ്ങൾ സെക്കൻഡ് പൈലായിട്ട് നമ്മുടെ ഹെമറ്റൈറ്റ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ, ഹെമറ്റൈറ്റിന് ഒത്തിരി ഗുണങ്ങളുള്ളൊരു കല്ലാണ്. എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞാൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇടാവുന്നതാണ്. ബിക്കോസ് ഭയങ്കര അയൺ അബ്സോർപ്ഷന് സഹായിക്കും. ഇതിൽ നിന്ന് അയൺ ഇറങ്ങുമെന്നല്ല, സോറി, പക്ഷെ ഇതിന്റെ വൈബ്രേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ അയൺ അബ്സോർപ്ഷൻ നല്ല രീതിയിലാകും. ഇപ്പൊ ഒത്തിരി ആൾക്കാരുണ്ട് വിളർച്ച വരുന്നത്, അതുപോലെ തന്നെ അങ്ങനെ അയൺ ഡെഫിഷ്യൻസി ഇപ്പൊ ഒത്തിരി കാണുന്നതാണ്. അപ്പോൾ ഹെമറ്റൈറ്റ് ബ്രേസ്ലെറ്റ്സ് അതിന്റെ എനർജി അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ, അല്ലെങ്കിൽ അയൺ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. അതൊരു വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള. പിന്നെ അപ്പൊ അയണിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ സർക്കുലേറ്ററി ആയിട്ടുള്ള ഇതായിട്ടുള്ള നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും അല്ലെ, സർക്കുലേറ്ററി സിസ്റ്റത്തിന്. അപ്പൊ അതിനെയൊക്കെ കാം ഡൗൺ ചെയ്യാൻ, ആ ഒരു അസുഖത്തെ ഇല്ലാതാക്കാൻ പതിയെ ഇതിന്റെ എനർജി നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഓവറോൾ നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ പവർ ഒക്കെ ഈ ഒരു ഹെമറ്റൈറ്റിന് നമുക്ക് ഗ്രാജുവലി, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇട്ട ഉടനെ ശക്തിമാനായിരുന്നില്ല, ഗ്രാജുവലി ഇതിന്റെ എനർജി നമുക്ക് അതിനെ സഹായിക്കുന്നതായിരിക്കും. ആൻഡ് വളരെ നല്ലൊരു മാഗ്നറ്റിക് ക്യാരക്ടർ നിങ്ങളുടേതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് സഹായിക്കും. അതുപോലെ തന്നെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യും, ഇത് ത്രോട്ട് ചക്ര ബാലൻസ് ചെയ്യും. അപ്പൊ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ഗ്രൗണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നല്ല നിങ്ങൾ ഏത് സ്റ്റേറ്റ് നിൽക്കുന്നോ അവിടെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയി തോന്നും, നല്ല എനർജി നിങ്ങൾക്ക് തോന്നും. ആൻഡ് ഓൾസോ ഇത്, അതായത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ ശക്തി കൂട്ടുകയും ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും നൽകുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഈ ഒരു ബ്രേസ്ലെറ്റ് വെർഗോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇടാൻ പറ്റുക. വെർഗോ, ക്യാൻസറിനൊക്കെ ഇടാൻ പറ്റും. ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് ഫയറി സൈൻസ് ആണ് നിങ്ങൾക്ക് ഇടാൻ പറ്റും. നിങ്ങളൊരു അത്ലറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ ആയിട്ടുള്ള വർക്കുകൾ അമിതമായി ചെയ്യുന്ന വ്യക്തികളാണ്, ജിമ്മിൽ പോകാൻ താല്പര്യമുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെമറ്റൈറ്റിന് പോകാവുന്നതാണ്. ഒരു ലക്കി സ്റ്റോണും കൂടിയാണ്. പ്രൊട്ടക്ഷനും ലക്കും ഉണ്ട്, ഗ്രൗണ്ടിങ് എനർജി നമുക്ക് തരും, ഇമോഷണലി നമ്മളെ സേഫ് ആക്കും. അതായത് പെട്ടെന്ന് നമുക്ക് കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഹേർട്ട് ആവത്തില്ല. അതുപോലെ തന്നെ നെഗറ്റിവിറ്റി, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്യൂരിഫൈ ചെയ്തുതരും, ഇമോഷണൽ സ്ട്രെസ് എടുത്ത് മാറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റ് ആണ്. ഇതിന്റെ ഗുണങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷെ നമുക്ക്
ആൻഡ് ഇത് രാത്രി കിടക്കുമ്പോഴും നിങ്ങൾക്ക് ഈ 2 ബ്രേസ്ലെറ്റും ഇട്ട് കിടക്കാം. രാവിലെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സിൻസ് ഈ ഒരു എനർജി നിങ്ങളുമായിട്ട് ടൈപ്പ് ആയി കഴിയുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് യാതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൊണ്ടുതരത്തില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ രണ്ടിന്റെയും എന്താണ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള ചെറിയ യൂസസ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഫർദർ മോർ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാവരും ക്രിസ്റ്റൽസിനെ കുറിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് ഇങ്ങനെ ഇട്ടത്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈലിലേക്ക് പോകാം. എന്താണ് നമ്മുടെ പേഴ്സന്റെ കറന്റ് ഇമോഷൻ എന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്ന് നമുക്ക് കാർഡ്സിനോട് ചോദിക്കാം. ഹോപ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് പൈൽ ഒരു കാർഡ് വീണു. പ്ലീസ് ഗൈഡ് us. Eight of Swords, the Sun energy, മൂൺ. ഓക്കെ, സൺ എനർജിയും ഉണ്ട്, മൂൺ എനർജിയും ഉണ്ട്. സോ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലായത് നിങ്ങൾ രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. അതായത് നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പേഴ്സ്പെക്റ്റീവിലല്ല ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന പേഴ്സ്പെക്റ്റീവിലല്ല മേ ബി നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്രത്തോളം ഇതിനൊക്കെ ഇത്രത്തോളം ഇമോഷൻ എടുക്കാനുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇത്രത്തോളം സങ്കടപ്പെടാനുണ്ടോ എന്നൊരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിരിക്കും. ബിക്കോസ് നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന കാര്യം മേ ബി ഈ ഒരു പേഴ്സൺ അത്രത്തോളം ഗൗരവമായിട്ട് തോന്നുന്നില്ല, ഐ തിങ്ക്. ഓക്കെ, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് കപ്സ് ആണ്. ഞാൻ കാണിക്കാം. ഓക്കെ, കിങ് ഓഫ് കപ്സ്, King of Cups, Nine of Wands, King of Cups. Okay. കാരണം ഇപ്പൊ നിങ്ങൾ കരിയറിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന വേവ് ലെങ്ത് വേറെയും ചിലപ്പോൾ അവർ ചിന്തിക്കുന്ന വേവ് ലെങ്ത് എക്സ്ട്രീമും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രണയത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന പെർസ്പെക്റ്റീവ് വേറെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര വേറെയാണ്. ഇപ്പൊ നമ്മളെന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവരെന്ന് പറയുന്നത് അത്ര എക്സ്പ്രസ് ആവില്ല. പക്ഷെ ചിലപ്പോൾ നമ്മളെക്കാൾ ഏറെ സ്നേഹം അവർക്ക് അവരുടെ മനസ്സിൽ നമ്മളോടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇമോഷനാണ്. ഇപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചും അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ജേർണിയെ കുറിച്ചും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിന്യൂസ്ലി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ അവര് ഈ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാമെങ്കിലും ഇതിലൂടെ കടന്ന് പോകുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ചിലപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് എല്ലാവരോടും നിങ്ങളുടെ കണക്ഷനെ കുറിച്ച് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ ചിലപ്പോൾ അവരെന്ന് പറയുന്നത് അവരുടെ കണക്ഷൻ സീക്രട്ട് ആയിട്ട് വെക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം. അവരുടെ സ്വകാര്യത അവരുടേത് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വൈബ്രേഷനിലായിരിക്കാം. ആൻഡ് നിങ്ങളുടെ എനർജി ഭയങ്കര ഇമോഷണലി ആണ് കാണുന്നത്. കാരണം അവരുടെ എനർജി സണ്ണിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ എനർജി മൂണിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളെന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും എക്സ്ട്രാ കെയർ കൊടുക്കുന്ന, ഓവറായിട്ട് ചിലപ്പോൾ മേ ബി ഒന്ന് വിളിച്ചില്ലെങ്കിൽ തന്നെ ടെൻസ്ഡ് ആകുന്ന ഒരു കാര്യത്തില് അങ്ങനെ ഒരു സ്വഭാവമായിരിക്കാം. ആൻഡ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ആങ്കർ ആണെങ്കിലും ദേഷ്യമാണെങ്കിലും ഓവറായി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ അയ്യോ വേണ്ടിയിരുന്നില്ല എന്നൊരു രീതി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എനിക്കിത് പറ്റിയത്, അല്ലെങ്കിൽ അറിയാതെ തന്നെ തമാശിച്ചിട്ട് അവർക്ക് ഹേർട്ട് ആയെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് റെഗ്രറ്റ് ചെയ്യുന്ന എനർജിയാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ എനർജി കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അയ്യോ അത് വേണ്ടിയിരുന്നില്ല എന്നൊരു എനർജി നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങൾ എന്താണോ അത് നിങ്ങൾ ഈ ഒരു ഇന്നസെന്റ് എനർജിയാണ്. നിങ്ങളുടെ വായി തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹമാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ വരുന്നത് നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് പിന്നെ ആയിരിക്കും ആലോചിക്കുന്നത് അയ്യോ വേണ്ടിയിരുന്നില്ലല്ലോ എന്ന്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയല്ല, ചിന്തിച്ച് ആലോചിച്ച് അളന്ന് മുറിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ സംസാരിക്കുന്നത്. ആൻഡ് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചൊരിക്കലും റെഗ്രറ്റ് ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ മനസ്സിൽ വെച്ച് അയ്യോ തെറ്റായി പോയി ഇമോഷനിൽ നിൽക്കും, പക്ഷെ ഇവരങ്ങനെ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിനെ നോക്കി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പണ്ടെന്നോ വഴക്കുണ്ടാക്കിയതിനെ ഓർത്ത് ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിനെ അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതേസമയം നിങ്ങളുടെ പാർട്ണർ എന്ന് പറയുന്നത് സണ്ണാണ്. അതായത് എപ്പോഴും ലോജിക്കലി തിങ്ക് ചെയ്യുക, മുന്നോട്ട് ചിന്തിക്കുക, പിറകോട്ടുണ്ടായ കാര്യങ്ങളെയൊക്കെ അവർ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടാവണം. ചിലപ്പോൾ മേ ബി ഒരു ആർഗ്യുമെന്റ്സിന്റെ ഇടയ്ക്ക് അവരിതൊക്കെ എടുത്തിട്ട് അവരുടെ പക്ഷം ജയിക്കാൻ പറയുമെങ്കിലും അവരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മാറിപ്പോകും. ബിക്കോസ് അവർക്ക് ഫ്യൂച്ചറിൽ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാൻ ണ്ട്.
പഴയ കാര്യങ്ങളെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലം അവർക്കില്ല. അത്രത്തോളം അവർ ലോജിക്കലായിട്ട് ആണ് ലൈഫിനെ കാണുന്നത്. അതായത് ഈ ഒരു ലോജിക്കലായിട്ടുള്ള ലൈഫ് കാണുക എന്ന് പറഞ്ഞാല് കാശുണ്ടെങ്കിലേ പറ്റുള്ളൂ, ഇമോഷൻസ് വീട്ടിൽ ചോറ് കൊണ്ട് തരത്തില്ല എന്ന കൈൻഡ് ഓഫ് ഇമോഷൻ. ആൻഡ് പലപ്പോഴും ഈ ഒരു പേഴ്സണിനോട് നിങ്ങൾ ചിലപ്പോൾ സോൾമെറ്റ് ട്വിൻ ഫ്ലെയിം എനർജിയെ കുറിച്ച് സംസാരിച്ചാലും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇത് ഈവൻ അവർക്ക് അതിന്റെ ഡെപ്തിനെ കുറിച്ച് അവർ നോളജബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പൊ ഡെപ്തിനെ കുറിച്ച് അറിയാമെങ്കിലും അവർ ഡോണ്ട് കെയർ, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ന്യൂട്രലാണ്, അല്ലെങ്കിൽ ഇവൻ ഞാൻ സ്പിരിച്വാലിറ്റിയിലൊന്നും അത്രത്തോളം ഇൻട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു രീതി സംസാരിക്കുന്ന ഒരാളായിരിക്കും. ആൻഡ് വേണമെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയും പറയും, പണ്ട് ചിലപ്പോൾ ഇങ്ങനത്തെ ഇമോഷൻസും റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എന്തായാലും ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് ഗ്യാരണ്ടി ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും വേണമെങ്കിൽ അയാൾ ക്രോസ് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് പറയും അങ്ങനെയില്ല, നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെയായിരുന്നു എന്ന രീതിയിൽ ചുമ്മാ കൈൻഡ് ഓഫ് ഒരു ആർഗ്യുമെന്റിന് പോകും. അതായത് ഫാക്ട് എന്താണ് എന്ന് അറിയാമെങ്കിലും അത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് കാണിക്കാൻ ഈ ഒരു പേഴ്സണ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആൻഡ് ഇപ്പൊ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമോഷനെ വെച്ചിട്ടായിരിക്കും തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് വെച്ചിട്ടായിരിക്കും തീരുമാനം എടുക്കുന്നത്. പക്ഷെ ഈ ഒരു പേഴ്സൺ ഐ തിങ്ക് അവര് ചുറ്റുമുള്ളവരെ, അവരുടെ കൊളീഗ്സിനെ, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഫാമിലി, ഇവരെയൊക്കെ നോക്കിയിട്ടേ ഇവരെ ഡെസിഷൻ എടുക്കും. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവരോട് എല്ലാവരോടും അയാൾക്ക് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ആ ഒരു പുരുഷന് സ്നേഹമുണ്ട് എന്നതല്ല. പക്ഷെ ഇവരെല്ലാവരെയും നോക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോയാലേ നമുക്ക് സ്മൂത്ത് ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ട്. പക്ഷെ നമ്മുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, നമുക്കിപ്പോ എന്താണോ വേണ്ടത് അത് മതി എന്നൊരു സോണിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹി ഓർ ഷീ നിങ്ങളുടെ പേഴ്സന്റെ എനർജി എടുക്കുകയാണെങ്കിൽ അവരെന്ന് പറയുന്നത് അറ്റാച്ച്മെന്റുകളെക്കാളും നീഡ്സിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇതൊരു ചീറ്റിംഗ് എനർജിയാണ് എന്നതല്ല. അവർക്ക് ലോകത്തെ കുറിച്ച് കുറച്ചും കൂടി അറിയാം, നമ്മുടെ നീഡ്സിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നതാണ് സത്യം. കാരണം പക്ഷെ നിങ്ങളാണെങ്കിലോ നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയല്ല, നിങ്ങളുടെ അറ്റാച്ച്മെന്റിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കും. കാരണം ഞാനൊരു ബുക്ക് വായിച്ചപ്പോ അതിന്റെ ഇടയിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തതാണ്. അതായത് നിങ്ങളുടെ ബുക്കാണോ കോട്ടാണോ ഓർക്കുന്നില്ല, ഞാൻ വായിച്ചതാണ്. അതിനകത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, എല്ലാവരെയും നിങ്ങളുടെ ഫ്രണ്ട് ആക്കരുത്. ദാറ്റ് മീൻസ് എല്ലാവരെയും അറ്റാച്ച്ഡ് ആക്കരുത്. അറ്റാച്ച്മെന്റ് എല്ലാവരോടും വേണ്ട, അവരവരുടെ ബൗണ്ടറീസിൽ നിർത്തൂ എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അത് എന്താണ് എന്നതിനൊരു അർത്ഥമായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ? ഒരിക്കലും അല്ല. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ? അല്ല. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളോട് പഠിച്ചവർ ഫ്രണ്ട്സ് ആണോ? അല്ല. അല്ലെങ്കിൽ ഓക്കെ, പണ്ടത്തെ സ്കൂളിൽ ഇപ്പോഴും നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ? അല്ല. ആരെ ഫ്രണ്ട് ആക്കണം, ആരെ ഫ്രണ്ട് സോണിൽ ഇടണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. എവിടെ പോയി ആരെയും കണ്ടാൽ അവർ നമ്മുടെ ഫ്രണ്ട് ആകില്ല. ജോലി സ്ഥലത്തുള്ള ആൾക്കാർ നമ്മുടെ കൊളീഗ്സേ ആവുകയുള്ളൂ, അതായത് കൂടെ വർക്ക് ചെയ്യുന്ന ആള്. വീട്ടിന്റെ അടുത്ത് താമസിക്കുന്ന ആൾ നമ്മുടെ ഫ്രണ്ട് ആകില്ല അൺടിൽ ആൻഡ് അൺലെസ് നമ്മൾ ഫ്രണ്ട്സ് ആക്കാതെ. മനസ്സിലായോ? അവർ നമ്മുടെ നൈബറേ ആകത്തുള്ളൂ. ആൻഡ് നമ്മുടെ സ്കൂളില് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ആളെന്ന് പറയുന്നത് ഹീസ് നോട്ട്, അല്ലെങ്കിൽ ഷീസ് നോട്ട് മൈ ഫ്രണ്ട്, അതെന്റെ സ്കൂൾ മേറ്റ് ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ബൗണ്ടറീസ് ഉണ്ടാക്കണം. അതായത് ഓരോ റിലേഷൻഷിപ്പിലും നമ്മൾ ഫ്രണ്ട് എന്ന വാക്ക് കൊടുക്കാതെ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ഉറപ്പിക്കുക, ഇന്ന ആൾ എനിക്ക് ഇന്നതാണ്. അതായത് ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൊളീഗ്സ് ആണ് എന്റെ, നോട്ട് മൈ ഫ്രണ്ട്. അവരൊരിക്കലും, കാരണം വർക്കില് നമ്മുടെ ജോലി സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും നമ്മളെ ഫേവർ ചെയ്യാനോ നമുക്ക് സന്തോഷം ഉണ്ടാക്കാനോ ഉള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല. അവര് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവരുടെ പട്ടം അല്ലെങ്കിൽ അവരുടെ നെയിം പ്ലേറ്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്തായിരിക്കണം? കൊളീഗ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാനിത് പറയാൻ കാരണം നിങ്ങളുടെ പേഴ്സന്റെ വൈബ്രേഷൻ അങ്ങനെയാണ്. പക്ഷെ നിങ്ങളുടെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ആരെ കണ്ടാലും ഒരു 2-3 മിനിറ്റ് സംസാരിച്ചിരുന്ന, ഓ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, എന്റെ ഗുഡ് ഫ്രണ്ട്, എന്നിട്ട് അവര് ചിലപ്പോൾ നിങ്ങളെ കൊളീഗായിട്ടോ നൈബറായിട്ടോ സ്കൂൾ മേറ്റ് ആയിട്ടോ ക്ലാസ്മേറ്റ് ആയിട്ടോ കാണുന്നുണ്ടാവും. അപ്പൊ അവര് പെട്ടെന്ന് ഡിറ്റാച്ച് ആയി നമ്മുടെ അടുത്ത് പോകും. നമ്മൾ എന്ത് ചെയ്യും? ഓ ഞാൻ വിശ്വസിച്ചു, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു, ഞാൻ പെട്ടെന്ന് അയാൾക്ക് കണക്ട് ആയി, പക്ഷെ അയാൾ എന്നെ ചീറ്റ് ചെയ്തിട്ട് പോയി. ആരുടെ മിസ്റ്റേക്ക് ആണ്? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ആരുടെ മിസ്റ്റേക്ക് ആണ്? നമ്മുടെ തന്നെ മിസ്റ്റേക്ക് ആണ്. ആരെ എവിടെ നിർത്തണം, ഏത് റിലേഷൻഷിപ്പിൽ നിർത്തണം എന്നുള്ള ബൗണ്ടറി നമുക്കില്ലെങ്കിൽ നമുക്ക് വേദനിക്കും. ഇപ്പോ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ മെറിറ്റൽ അഫെയറിലേക്ക് അവർ കടന്നിട്ടുണ്ട് എന്ന്. ഏത് എക്സ്ട്രാ മെറിറ്റൽ അഫെയറിലോ എന്തിലോ നിങ്ങൾ കടന്നാലും ശരി, കീപ്പ് എ ബൗണ്ടറി.
ഒരു ബൗണ്ടറി തന്നെ വെക്കുക. ബിക്കോസ് ഇഫ് വേറൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നാൽ നിങ്ങളാണ് അവിടുത്തെ തേർഡ് പാർട്ടി, അവരല്ല അവിടുത്തെ തേർഡ് പാർട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഇതിലെ തേർഡ് പാർട്ടി ആണെങ്കിൽ തേർഡ് പാർട്ടി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സമയമേ തേർഡ് പാർട്ടി ടൈം സ്പെൻഡിങ് നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് ദേ ഹാവ് പ്രയോറിറ്റി, അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലവറിനെ പോലെ ആ ഒരു പേഴ്സൺ ഹി ഓർ ഷീ നമ്മുടെ അടുത്ത് സ്റ്റക്കായി നിൽക്കണം അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ട്രോമാസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ഫിയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ നിങ്ങളുടെ പേഴ്സന്റെയും നിങ്ങളുടെയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നിങ്ങൾ അറ്റാച്ച്ഡ് ആണ്, നിങ്ങളുടെ പേഴ്സൺ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നീഡ്സിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ കാസ്റ്റ്, ക്രീഡ് എന്ത് ആണെങ്കിലും അവൻ നോക്കേണ്ട ആവശ്യമില്ല, റിലീജിയൻ ആണെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയും. ബിക്കോസ് നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ആണ് പ്രയോറിറ്റി. പക്ഷെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, കാസ്റ്റ് ഇതൊക്കെ നോക്കും. ഇതൊക്കെ അവർ റിലീജിയൻ ഇതൊക്കെ നോക്കും. ഇത് അവർ വിശ്വസിക്കുന്നത് കൊണ്ടല്ല, പക്ഷെ ദേ നോ അവർ ഈ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കേണ്ടത്. പ്രാക്ടിക്കൽ തിങ്കിങ്, ഈ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കേണ്ടത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാലേ നമ്മുടെ ഫ്യൂച്ചർ സേഫ് ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ സോഷ്യൽ ബീയിങ് ആയിട്ട് ജീവിക്കണം. 4 ആളെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റണമെങ്കിൽ ഈ ഒരു സൊസൈറ്റി സിസ്റ്റം അനുസരിച്ച് നമ്മൾ പോയേ പറ്റൂ. ലുക്ക്, ഇറ്റ്സ് എ ഫാക്ട്. ഓക്കെ, അത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കി, അതാണ് സത്യം. സോ അയാൾ അല്ലെങ്കിൽ ഹി ഓർ ഷീ അതനുസരിച്ച് ഡീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു കണക്ഷനിലാണ് നിങ്ങൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി സമയമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലോങ് ടൈമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കണക്ഷൻ എന്ന് കാണുന്നു. ആൻഡ് കറന്റ് എനർജിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ വാട്ട് എവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എവിടെയോ സ്റ്റക്ക് ആയിപ്പോയി അവിടെ തന്നെ ഇരിക്കുകയാണ്. സോ പ്രസന്റ് എനർജിയിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും ചിലപ്പോൾ ഡിറ്റാച്ച് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും പ്രസന്റ് എനർജിയിൽ എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എവിടെയോ സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ കിട്ടിയ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രസന്റ് മൊമെന്റ് നിങ്ങൾ എൻജോയ് ചെയ്യാതെ ഫ്യൂച്ചർ എന്താകും എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതായത് യൂണിവേഴ്സ് ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കണക്ഷന്റെ പ്രസന്റ് മൊമെന്റിലെ പോസിറ്റിവിറ്റി നിങ്ങൾ അനുഭവിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു കണക്ഷനിലായിരുന്നെങ്കിൽ ആ ഒരു കണക്ഷന്റെ ആ ഒരു പ്രസന്റ് മൊമെന്റ് നിങ്ങൾ ഒരിക്കലും അനുഭവിച്ചിരുന്നില്ല. നിങ്ങൾ എപ്പോഴും ഫ്യൂച്ചറിൽ ഉണ്ടാകും എന്നൊരു ആദിയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഓരോ ദിവസം കൂടുതലും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസന്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്, ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. സോ അതിലേക്ക് കേന്ദ്രീകരിക്കുക. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇപ്പൊ നിങ്ങൾ 333 222 444 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഏഞ്ചൽസിന്റെ മെസ്സേജ് ആയിരിക്കാം. പക്ഷെ പ്രൈമറിലി അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എൻജോയ് യുവർ പ്രസന്റ്, എൻജോയ് യുവർ സിറ്റുവേഷൻ. ഇപ്പോഴത്തെ പ്രസന്റിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യൂ. ആൻഡ് നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് നീഡാണ് വേണ്ടത്, അറ്റാച്ച്മെന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ പ്രണയിച്ചാലും ശരി, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കണക്ഷനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കില്ല. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ അവർക്ക് ഭയം ഉണ്ടാവും. കാരണം ഇത് മുന്നോട്ട് നടക്കോ ഇല്ലയോ എന്നതിനെ കുറിച്ച്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇതിനെക്കുറിച്ച് മുന്നോട്ട് ചിന്തിക്കുന്നില്ല, നിങ്ങളാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആൻഡ് വാട്ട് എവർ നിങ്ങളുടെ പേഴ്സന്റെ ഫ്യൂച്ചറിലെ തീരുമാനം എന്ന് പറയുന്നത് അവരുടെ ഫാമിലിക്കും സൊസൈറ്റിക്കും റിലീജിയനും അനുകൂലമായത് തന്നെ ആയിരിക്കുള്ളൂ. അല്ലാതെ എന്താണ് നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന എനർജി നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് കാണുന്നില്ല. ദേ ആർ ഹോപ്പിംഗ്, അതായത് ഇത് എല്ലാ രീതിയിലും സമ്മതിച്ച് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇല്ലെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള സൈഡ്, അവരുടേതായിട്ടുള്ള സെഗ്മെന്റ് തന്നെ അവർ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്ന് ഓൾറെഡി അവർ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല. അതായത് ഫ്യൂച്ചറിൽ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, പക്ഷെ നമ്മളോ ഫ്യൂച്ചറിൽ നടക്കുമോ എന്നൊരു എനർജിയിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൊമെന്റ് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റില്ല. ഫ്യൂച്ചറിൽ നമ്മൾ അവിടെ പോയിരുന്നിട്ട് കരയും, ഓഹ് അപ്പോഴുണ്ടായിരുന്ന എനർജി എങ്കിലും എനിക്ക് എൻജോയ് ചെയ്യാമായിരുന്നുവെന്ന്. കാരണം ഇതൊക്കെ കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ ഒരു പേഴ്സൺ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാള് അല്ലെങ്കിൽ ഹി ഓർ ഷീ അവർ ഇത്രയും നാൾ സമ്പാദിച്ചു വെച്ച അവരുടെ പേര് അല്ലെങ്കിൽ പ്രശസ്തി അല്ലെങ്കിൽ പദവി ഇതെല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്യേണ്ടി വരും എന്ന ഒരു ഫിയർ അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഡെസ്റ്റിനി നിങ്ങൾ എവിടെ കൊണ്ടെത്തിക്കോ അവിടേക്ക് പൊക്കോട്ടെ, ഞാനായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കില്ല, ഞാൻ എന്റെ മോറൽസിനും എന്റെ ഫെയിമിനും വേണ്ടിയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതെനിക്ക് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, സോ അതെനിക്ക് വേണം എന്ന കൈൻഡ് ഓഫ് എനർജി. അതുകൊണ്ട് തന്നെ ഏത് സോണിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ഈ ഒരു പേഴ്സൺ തനിക്ക് ദോഷം ഉണ്ടാവരുത് എന്ന രീതിയിലാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ എനർജി നോക്കിയാൽ ഈ പേഴ്സൺ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം ഈ ഒരു പേഴ്സണെ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൽ അവർ കൺഫ്യൂസ്ഡ് ആണ്. അല്ലെങ്കിൽ അത് അവർക്ക് ചിലപ്പോൾ തരാൻ സാധിക്കില്ല എന്നവർ നേരത്തെ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ്. ആൻഡ് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ അനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ അവരെവിടെയാണോ അവിടെ സ്റ്റിക്ക്
ആയിട്ട് നിൽക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മിറ്റഡ് അല്ലായിരിക്കാം, മാരിഡ് ആയിരിക്കാം, എന്ത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ അവർ എവിടെ ഇരിക്കുന്നോ അവിടെ നല്ലതാക്കാൻ, അല്ലെങ്കിൽ അവിടെ അവർക്ക് സ്വസ്ഥമാകാൻ, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കാനാണ് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത്. മേ ബി ചിലപ്പോൾ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ അമ്മയോട് അടുത്തായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനോട് അടുത്തായിരിക്കാം, ഇല്ലെങ്കിൽ വാട്ട് എവർ, ചിലപ്പോൾ അവരുടെ തേർഡ് പാർട്ടി എനർജിയുടെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ മേ ബി അവരുടെ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിരിക്കാം. ഏത് സിറ്റുവേഷൻ ആണോ അവർക്ക് അന്യോജ്യം എന്ന് തോന്നുന്നത് അതിലേക്ക് പോകാനാണ്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള വിഷയമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു കറന്റ് ഇമോഷനിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല, നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നതല്ല, പക്ഷെ എവിടെയാണോ അവർ നിലകൊള്ളേണ്ടത്, എവിടെയാണോ ആക്ച്വലി അവർ ഇരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്, ആ ഒരു സ്ഥലത്താണ് അവരിപ്പോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ഇപ്പൊ അവരുടെ നീഡ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആൻഡ് ട്രൂലി ഇപ്പൊ നിങ്ങൾ മാരിഡ് ആണ്, പക്ഷെ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്യുന്നു എന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ട്രൂലി ഞാൻ പറയാം, നിങ്ങളെ കുറിച്ചല്ല ഇപ്പൊ അവർ ചിന്തിക്കുന്നത്, അവർ അവരുടേതായിട്ടുള്ള കരിയറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ മുന്നോട്ട് എങ്ങനെ പോകും. ഇപ്പൊ അവർക്ക് സിംഗിൾ ആയിട്ട് നിൽക്കേണ്ടി വന്നാലും അവരുടെ ഫ്യൂച്ചർ എങ്ങനെ പോകും എന്നൊരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്, അല്ലാതെ നമ്മുടെ അടുത്തേക്ക് വരാനല്ല, അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ അല്ല. അവർ ടോട്ടലി പ്രാക്ടിക്കൽ ആയിട്ടാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ മോർ ഓവർ അവർക്ക് വേറൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടേക്ക് ഒരു ചായ്വാണ് അവർ കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു സെപ്പറേഷൻ എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള തോന്നലുകളോ ചിന്തകളോ അവർക്കില്ല. ഈവൻ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഇത് തന്നെയാണ് സ്ഥിതി. അവർ അവരുടേതായിട്ടുള്ള കരിയർ ബിൽഡപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഫ്യൂച്ചർ, അവരുടെ സേഫ് സോണിലേക്കാണ് അവർ നിൽക്കുന്നത്. അല്ലാതെ ഈ ഒരു സെപ്പറേഷൻ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു അൺബ്ലോക്കിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് അവർ വിചാരിക്കുന്നില്ല. എങ്ങനെയാണോ ആ ഒരു രീതി തന്നെ മുന്നോട്ട് പോട്ടെ, അവരുടെ ഫ്യൂച്ചർ അവർ ഹോൾഡ് ചെയ്യുന്നു എന്ന രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഇമ്പ്രൂവ് ആകാൻ, തന്റെ ബാങ്ക് ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ, തന്റെ ഇഷ്ടങ്ങൾ നേടാൻ വേണ്ടിയായിരിക്കാം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു പേഴ്സൺ എപ്പോഴും അപ്രീസിയേഷന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ വലിയ പ്രോഗ്രാംസ് കിട്ടുമ്പോൾ അത് ചെയ്ത് തീർക്കുക, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പറയുന്നത് കേട്ടിട്ട് ഒബേ ചെയ്ത് നിൽക്കുക, അപ്പോൾ ഒക്കെ തനിക്ക് കിട്ടുന്ന അപ്രീസിയേഷനിൽ ഈ ഒരു പേഴ്സണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം കുടുംബക്കാരുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അയാളുടെ പേര്, ഹി ഓർ ഷി, അവരുടെ പേരാണ് അവർക്ക് ഇപ്പൊ വലുതായി നിൽക്കുന്നത്. അതായത് ശരിയാണ് മോനെ, ശരിയാണ് മോളെ, നീ ചെയ്തത് കറക്റ്റ് ആണ്, നീ അങ്ങനെ തന്നെ ചെയ്യണം, ദാറ്റ് കൈൻഡ് ഓഫ് ഗൈഡൻസ് അവർക്ക് അവിടെ കൂടി കിട്ടുന്നുണ്ട്. ആൻഡ് ഗൈസ്, നമുക്ക് കുറച്ചും കൂടി കറന്റ് ഫീലിംഗ്സിന്റെ ക്ലാരിറ്റി എടുത്ത് നോക്കാം. യെസ്, ഈ ഒരു പേഴ്സൺ കണ്ടോ 3 of Cups എനർജിയാണ് നമുക്ക് 2 തവണ റിപ്പീറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഫ്രണ്ട്ഷിപ്പിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളുമായിട്ടുള്ള കണക്ഷൻ പൂർണ്ണമായി ഡിറ്റാച്ച് ആകണം എന്ന രീതിയിൽ ആഗ്രഹിക്കുന്നില്ല. സത്യം പറഞ്ഞ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ എവിടെയൊക്കെയോ ഒരു ഫയർ എനർജി ഒളിച്ച് കിടപ്പുണ്ട്, നമ്മളോടുള്ള ഒരു ഇമോഷൻ ഒളിച്ച് കിടപ്പുണ്ട്. പക്ഷെ അവർക്കത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഇവരുടെ ചുറ്റുമുള്ളവരുടെ എനർജിയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചീറ്റിംഗ് എനർജിയിൽ, അല്ലെങ്കിൽ തനിക്ക് നേട്ടമുള്ള എനർജിയിൽ പോകാം എന്നൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഡെസിഷൻ എടുക്കുന്നത് ഇവർക്ക് സത്യത്തിൽ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ സിറ്റുവേഷൻ ഉലച്ചു കളയും, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന പല സപ്പോർട്ടുകളും ഇടിഞ്ഞു വീഴുമെന്ന് അവര് ഇപ്പൊ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. പലപ്പോഴും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഫാദർ എനർജി ഇവിടെ ഭയങ്കരമാണ്. ചിലപ്പോൾ ഫാദർ എനർജി അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഹസ്ബൻഡ് എനർജിയോ കാരണമായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്തത്. ഇല്ലെങ്കിൽ കൈൻഡ് ഓഫ് മെസ്കുലിൻ എനർജിയിൽ നിൽക്കുന്ന മദർ എനർജിയും ആകാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി എനർജീസ് ഉള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ഭാഗത്തൊരു ഡെസിഷൻ എടുക്കാൻ സാധിക്കാത്തത്. ആൻഡ് ഓൾസോ മുന്നോട്ടേക്ക് ഒരു കണക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രഷറുകൾ ഇവർ സ്വന്തമാണെന്ന് വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഒത്തിരി ഫോട്ടോസ് മേ ബി കാണിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് ഇവരെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പ്രഷറൈസ് ചെയ്യുന്ന പോലെ ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളെ അവർ മനസ്സുകൊണ്ട് ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിലും അറിയാണ്ടൊരു ചീറ്റിംഗ് എനർജി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറി വേറൊരു കണക്ഷനിലേക്ക് പോകണം എന്നുള്ള ഒരു അർജ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ ചുറ്റുമുള്ള എനർജീസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ കറന്റ് ഇമോഷനിൽ ഈ ഒരു പേഴ്സൺ ഹാപ്പി ആണ് എന്നല്ല ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നേരത്തെയും ഈ ഒരു പേഴ്സൺ നമ്മുടെ അടുത്ത് ഡിറ്റാച്ച്മെന്റിൽ ഹാപ്പി ആയിരുന്നില്ല, ഇപ്പോഴും ഈ ഒരു പേഴ്സൺ കറന്റ് സിറ്റുവേഷനിലും ഈ ഒരു പേഴ്സൺ വളരെയധികം ഹാപ്പി ആയി തോന്നുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പേഴ്സണിന് നീഡാണ് വേണ്ടത്, അല്ലെങ്കിൽ തന്റെ പവറും പ്രശസ്തിയും അല്ലെങ്കിൽ തോളത്ത് തട്ടിയ അപ്രീസിയേഷനും ആണ് വേണ്ടത്. അതുകൊണ്ട് അവരുടെ സിറ്റുവേഷനിൽ അവർ ഹാപ്പി അല്ല, പക്ഷെ വേറെ ഏതോ രീതിയിൽ അവർക്കൊരു മെറ്റീരിയലിസ്റ്റിക് ഗെയിൻ കിട്ടുന്നത് കൊണ്ടാണ് അവർ ഇതിനകത്ത് നിൽക്കുന്നത്. ആൻഡ് നിങ്ങൾ പറയുന്ന പോലുള്ള ലോജിക്കുകൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ്
ചിലപ്പോൾ ചിരിയും തമാശയായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതായത് നിങ്ങളല്ലാതെ അല്ലെങ്കിൽ നീ അല്ലാതെ വേറൊരു വ്യക്തിയോട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു രീതിയിൽ നിങ്ങൾ പലപ്പോഴും ഇവരോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു സമയത്ത് ഇവരുടെ ബിഹേവിയർ എന്താണ് എന്ന രീതിയിൽ എനിക്ക് മനസ്സിലാവുന്നത് അത് ഇറ്റ്സ് എ ഹാബിറ്റ്. ആരുടെ കൂടെയാണോ നമ്മൾ ജീവിക്കുന്നത് അവരുടേതായിട്ടുള്ള ആ ഒരു പ്രഭാവം നമ്മളിലേക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, അത്രേ ഉള്ളൂ. വൺസ് നമ്മൾ വേറൊരാളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല എന്നൊരു രീതിയിലായി പോകുമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ. അവരുടെ ഹോൾ ലൈഫ് റിതം ഇങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. സോ അവരുടെ മെന്റാലിറ്റി അങ്ങനെയാണ്, പക്ഷെ നിങ്ങളുടെ മെന്റാലിറ്റി ജനുവനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രത്തോളം അവരെ പ്ലീസ് ചെയ്യുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, നിങ്ങളുടെയും അവരുടെയും മെന്റാലിറ്റി, നിങ്ങൾ ചിന്തിക്കുന്ന രീതികൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നത് നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇത് ഡിഫിക്കൽട്ട് ആണല്ലോ, ഇവരെന്താ മനസ്സിലാക്കാത്തത് കൈൻഡ് ഓഫ് എനർജി വരുന്നത്. കാരണം ഇവരുടെ തോട്ട് പ്രോസസ് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പിനും നിങ്ങളോട് ഇരിക്കാനും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ അവർ പറയുന്നത് ഒരു പാർട്ട്ണർ മരിച്ചു പോകുന്ന ആൾക്കാരും ഇപ്പോഴും ജീവിക്കുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഒരാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്? ഇപ്പൊ പാർട്ട്ണർ മരിച്ചു പോകുന്ന ആൾക്കാർ പിന്നെയും ജീവിക്കുന്നില്ലേ, അവരുടെ കൂടെ മരിച്ചു പോകുന്നില്ലല്ലോ. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സില്ലി കോൺസെപ്റ്റുകളാണ് ഇവരുടെ മനസ്സിലുള്ളത്. ഇതെല്ലാം പറഞ്ഞ് ഈ ഒരു പേഴ്സൺ ഒഴിയുന്നത് നമ്മുടെ യൂണിയനിൽ നിന്നാണ്. അപ്പൊ ഈ യൂണിയനിൽ നിന്ന് ഒഴിയുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മറ്റു വ്യക്തികളുടെ വിരോധം ഈ ഒരു പേഴ്സണെ താങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളുടെ മുഷിച്ചിൽ ഈ ഒരു പേഴ്സണ് സഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യാൻ അയാളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളോട് ഇമോഷൻ ഉണ്ടെങ്കിലും വേണ്ട എന്നൊരു രീതിയിൽ തന്നിഷ്ടം റെപ്പൽ ചെയ്യാണ്. പക്ഷെ ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അതിനെ റെഗ്രറ്റ് ചെയ്യും. അന്ന് ഞാനിത് ചെയ്താൽ മതിയായിരുന്നു എന്ന രീതിയിൽ റെഗ്രറ്റ് ചെയ്യും. പക്ഷെ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണ് ഒരു സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസ് അതിലേക്ക് ഈ പേഴ്സൺ നിൽക്കണം, അല്ലെങ്കിൽ അതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു തൽക്കാല സമയത്ത് വേണ്ടത്. അതുകൊണ്ട് തന്നെ സിംപ്ലി പറയാം, ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ലവ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് അറ്റാച്ച്മെന്റ് ആണുള്ളത്. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നതാണ് അറ്റാച്ച്മെന്റ്. പക്ഷെ ഈ ഒരു പേഴ്സൺ എനിക്ക് അയാളോട് സ്നേഹമുണ്ട്, അപ്പൊ അയാൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി, ഇല്ലെങ്കിലും ഐ വിൽ ബി ഹാപ്പി, ഞാൻ എന്റെ സാഹചര്യം അനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ പ്രസന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് ഇമോഷൻ ഇതാണ്. ആൻഡ് നിങ്ങൾക്ക് തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്, ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ മാത്രം പെയിൻ അനുഭവിക്കുന്നുണ്ട്, ഈ ഒരു പേഴ്സൺ പെയിൻ അനുഭവിക്കുന്നില്ലെങ്കിൽ ദിസ് ഇസ് ദ റീസൺ. ആ ഒരു പേഴ്സൺ നിങ്ങളോട് പ്രണയമാണ്, ദേ ആർ നോട്ട് ചീറ്റിംഗ് യു, ദേ ലവ് യു. പക്ഷേ നിങ്ങൾക്ക് അവരോട് അമിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ്. അതുകൊണ്ടാണ് അവരുടെ കൺസെപ്റ്റും നിങ്ങളുടെ കൺസെപ്റ്റും തമ്മിൽ ഒന്നിക്കാത്തത്. നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് തന്നെ കഷ്ടപ്പെട്ടാലും ഈ ഒരു പേഴ്സൻ്റെതായിട്ടുള്ള ഈ ഒരു കാര്യം ഇരുന്ന് സംസാരിച്ച് അവരുടെ പേഴ്സ്പെക്റ്റീവ്, അവർ നോക്കിക്കാണുന്ന രീതി മാറ്റിയാലാണ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക എന്നാണ്. അതായത് ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്യുന്നു എന്നതല്ല, പക്ഷെ നിങ്ങളുടെ പേഴ്സന്റെ വൈബ്രേഷൻ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ലവ് കണക്ഷനിൽ നിൽക്കാം, ഇറ്റ്സ് നൈസ്. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിയില്ല എന്നല്ല, പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാരേജ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ആഫ്റ്റർ മാരേജ് ആണെങ്കിലും ഇത് തന്നെയായിരിക്കും ഈ ഒരു പേഴ്സന്റെ വൈബ്രേഷൻ. സോ ഓക്കെ, അപ്പൊ ഈ ഒരു വൈബ്രേഷനിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ പഠിക്കണം. അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നിങ്ങളെ പോലെ അവർ നിങ്ങളോട് അറ്റാച്ച്ഡ് അല്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇമോഷൻ. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടുള്ള സ്ട്രെസ്സും ആൻസൈറ്റിയുമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രഷർ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വഴക്കുകളും ഇൻഡിഫറൻസുകളും പിണക്കങ്ങളും വാശികളും കുറഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി. ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ആപ്ലിക്കബിൾ ആക്കുക. ഫർദർമോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ അടുത്ത പൈലിൽ കാണാമെന്നായിരിക്കും. ബൈ. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് ഫൈലാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ് ടുവേർഡ്സ് യു എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. ഹെമറ്റൈറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കയറി നോക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് സൈറ്റിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫർദർമോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈവൻ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നോട് സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രേസ്ലെറ്റ് ഏതാണ്, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ബ്രേസ്ലെറ്റ് ഏതാണെന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, അത്രയും കാർഡ്സ് ഫെൽ ഔട്ട് ആയതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ട് വെച്ചത്. ഓക്കെ, പ്ലീസ് ഗൈഡസ്.
ഇനി നമുക്ക് കാർഡ്സ് ഒന്നും കൂടി ഷഫിൾ ചെയ്യാം. King of Pentacles, Knight of Swords, Ace of Cups and Devil കാർഡ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ ഗൈസ്. ഓക്കെ, എന്റെ അഭിപ്രായത്തില് നിങ്ങളെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണ്. ആൻഡ് ഫിസിക്കലി ഈ ഒരു പേഴ്സൺ വളരെ 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 അധികം നിങ്ങളിൽ അട്രാക്റ്റ് ആണ്. ഡബിൾ കാർഡ് കിട്ടിയത് കൊണ്ട് ഇതിനകത്ത് മോശമായിട്ടുള്ള ഒരു സംഭവം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ ഒരു പേഴ്സൺ ഹെവിലി നിങ്ങളുടെ അടുത്ത് അഡിക്റ്റഡ് ആണ്. ആൻഡ് പേജ് ഓഫ് കപ്സും കൂടി കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാല് ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളില്ലാതെ ഇൻകംപ്ലീറ്റ് ആണ്. ആൻഡ് നിങ്ങളുടെ ഗൈഡൻസിൽ മുന്നോട്ട് പോകാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നതാണ്. ഈ പേഴ്സൺ ഒത്തിരി ഹോപ്പ് ചെയ്തിട്ട്, ഒത്തിരി ആഗ്രഹിച്ചിട്ട്, ഒത്തിരി കാത്തിരുന്നിട്ടാണ് നിങ്ങളെ കിട്ടിയത്. ആൻഡ് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിൽ അവർക്ക് വളരെ പോസിറ്റിവിറ്റി ഉണ്ട്, വളരെ അബണ്ടൻസ് ഉണ്ട്. നിങ്ങളെന്ന് പറയുന്നത് സം കൈൻഡ് ഓഫ് അവരുടെ ലക്കി ചാം ആണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് നമുക്ക് കിട്ടില്ല, അല്ലെ നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് കിട്ടുമ്പോൾ ദ വേൾഡ്, അതായത് നമുക്ക് ജീവിതത്തിൽ എല്ലാം കിട്ടി എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തുള്ളത്. എനിക്കറിയില്ല, ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് എല്ലാ ആസ്പെക്റ്റിലും ഒരു പ്രൊട്ടക്ഷൻ ആണ് തരുന്നത്. ആൻഡ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ലോങ് ടേം ജേർണിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ജീവിക്കണം, ലോങ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പുകൾ വേണമെന്നുള്ള ആഗ്രഹമാണ്. ആൻഡ് നമ്മൾ ഇതിനു മുമ്പുള്ള ഫയലിൽ എനിക്ക് തോന്നുന്നു നമുക്ക് അറ്റാച്ച്മെന്റും ലവിനെ കുറിച്ചുമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ഇതിനകത്ത് മാഡ്നസ് ആണ്, ഇഷ്ടത്തിന്റെ മാഡ്നസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് സത്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് തന്റെ ഇഷ്ടം എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല. ചിലപ്പോൾ അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി നെഗറ്റീവായി പോകുന്നുണ്ടായിരിക്കാം, അവർ ഓവർ പൊസസീവ് ആകുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു പേഴ്സന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവസാനത്തെ വിഷ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ദൂരയാത്ര പോവുക എന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക എന്നതായിരിക്കാം. അല്ലെങ്കിൽ ആരും എതിർക്കാണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ കൂടെയും നിങ്ങളുടെ കൈയും പിടിച്ച് നടക്കാനുള്ള ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ ഒരു അവസരം ഈ ഒരു പേഴ്സണ് കിട്ടണേ എന്നതായിരിക്കാം. ആൻഡ് നിങ്ങളുടെ പ്രണയത്തിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് തുടക്കത്തിൽ വളരെ ലോ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വഴക്കുണ്ടാക്കി, നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കാം പരിചയപ്പെട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏറെ കാലം പരിചയപ്പെട്ടിട്ടും അങ്ങനെയുള്ള വൈബ്രേഷനോ മൊമെന്റ്സോ ഒന്നും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായില്ല. പക്ഷെ യാദൃശ്ചികമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്ന സമയത്തായിരിക്കാം ഈ ഒരു പേഴ്സൺ ചാടി കുതിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കൈത്താങ്ങുമായിട്ട് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് കൊണ്ട് നിങ്ങൾക്ക് പല പല സഫറിങ്സും അഡ്ജസ്റ്റ്മെന്റും ചെയ്യേണ്ടി വന്നിരിക്കും. പക്ഷെ നമ്മളെ എല്ലാ ആസ്പെക്റ്റിലും പൊതിഞ്ഞു പിടിക്കുകയാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. കാരണം ഈ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ പലപ്പോഴും ഭയങ്കര ഹെവി വൈബ്രേഷൻസ്, കൊടുങ്കാറ്റുകൾ നമ്മളെ അടിച്ചേനെ. അതായത് കണ്ണുണ്ടായ പോരെ കാണണം, കണ്ണിന്റെ വില അറിയണം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ ഉണ്ട്, നിങ്ങളുടെ അടുത്തുണ്ട് എങ്കിൽ നിങ്ങൾ അവരുടെ വില മനസ്സിലാക്കുക. ആൻഡ് ഈവൻ നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകാനുള്ള പല മൊമെന്റ്സും ഈ ഒരു പേഴ്സൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പൊ ഇത് നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം, മേ ബി നിങ്ങളുടെ ഓഫീസിലുള്ള വ്യക്തിയായിരിക്കാം, ഹൂഎവർ ഇറ്റ് ഈസ്, ബാക്ക്ഗ്രൗണ്ടില് നിങ്ങളെ കുറിച്ച് പോസിറ്റിവിറ്റി പറയുകയും നിങ്ങളെ പുഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലേക്ക്. മറ്റുള്ള നെഗറ്റീവ് എനർജീസിൽ നിന്ന്, മറ്റുള്ള നിങ്ങളുടെ അൺലക്കിനെസ്സിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. സത്യം പറഞ്ഞ ഈ ഒരു പേഴ്സന്റെ പ്രാർത്ഥനയിൽ, ഈ ഒരു പേഴ്സന്റെ ബ്ലെസ്സിങ്സ് ചോദിക്കുന്ന ആ ഒരു സമയത്ത് പോലും പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് അത് ഉണ്ടായാൽ ഈ ഒരു പേഴ്സൺ ഹാപ്പി ആകും, അല്ലെങ്കിൽ നിങ്ങൾക്കിത് കൊടുക്കണേ ദൈവമേ എന്നാൽ എനിക്കും സന്തോഷമാകും. സോ എനിക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് ഇവരിലേക്ക് പാസ് ചെയ്തോ എന്നൊരു രീതിയിൽ ചിന്തിക്കുന്നു, എന്നൊരു വൈബ്രേഷൻ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. ആൻഡ് മേ ബി ഇതൊരു പശ്ചാത്താപമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു പേഴ്സൺ ഇപ്പോ നിങ്ങളിപ്പോ ഈ ഒരു ഫയൽ എടുത്തു, പക്ഷെ ഈ ഒരു പേഴ്സൺ പ്രസന്റ്ലി നിങ്ങളുടെ അടുത്ത് ഇല്ല, അല്ലെങ്കിൽ വേർപാട്, അങ്ങനെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ഡയമണ്ടിനെയാണ് മിസ് ചെയ്തത്, അല്ലെങ്കിൽ പ്യുവറസ്റ്റ് ഫോമിനെ ആയിരുന്നു ഞാൻ മിസ് ചെയ്തത്. സോ ഇനി എന്നാൽ കഴിയുന്നത് എന്താണോ അത് ഞാൻ ചെയ്തു കൊടുക്കാം എന്നൊരു രീതി ആയിരിക്കാം ഈ ഒരു പേഴ്സന്റെ. അല്ല, നിങ്ങളുടെ കണക്ഷൻ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇറ്റ്സ് എ വാവ് കണക്ഷൻ, നിങ്ങൾക്ക് മുന്നോട്ട് പോവാം, പോസിറ്റീവ് ആയിട്ടിരിക്കുക, അൺവാണ്ടഡ് ആയിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നിങ്ങളുടെ കണക്ഷനിൽ കൊണ്ടുവരാതിരിക്കുക. കാരണം അഡിക്ഷൻ ഉണ്ട്, ചിലപ്പോ ഓവർ സ്നേഹം കാരണം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാം, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ സ്ലൈറ്റ്ലി കാർമികമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പ്രതി പോസിറ്റീവ് ആണ്, നിങ്ങളുടെ പിറകെ ചേസ് ചെയ്യാൻ അവർ തയ്യാറാണ്. പലപ്പോഴും നിങ്ങൾക്ക് തോന്നും നിങ്ങൾ അവരുടെ പിറകെ അല്ലേ ചേസ് ചെയ്യുന്നത്, പക്ഷെ അല്ല, പലപ്പോഴും ഈ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പിറകെ ചേസ് ചെയ്യുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളിൽ ഓവർഫ്ലോ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ഐഡിയ പോലും നിങ്ങൾക്കില്ല.
സത്യം പറഞ്ഞാൽ ഇപ്പോ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു മഹാശക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ പ്രൊട്ടക്ഷനോ കരുതലോ ആയിരിക്കാം. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് അവര് നിങ്ങൾക്ക് ഇങ്ങനെ അവസരം ഇട്ടിരുന്നുണ്ട്, അവർ നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയോ വിധേന നിങ്ങളാണ് അവരെ മൈൻഡ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇത് വേണം, ഇത് ശരിയാവോ എന്നൊരു സംശയത്തിന്റെ കണ്ണിലൂടെ നിങ്ങളാണ് നോക്കുന്നത്. നിങ്ങളാണ് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആവുന്നത്. ആൻഡ് അവര് ഹോപ്പ് ചെയ്യുന്നത് ഇതൊരു ബെസ്റ്റ് കണക്ഷൻ ആകും, ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നതാണ്. ആൻഡ് ഫിസിക്കലി അവർ ഭയങ്കരമായിട്ട് നിങ്ങളടുത്ത് ഡ്രോൺ ആണ് എന്ന് കാണിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് തന്റെ വില മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ തന്റെ ഡിസയർ തനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇന്റൻഷനലി മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങൾക്ക് ഇമോഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ ഇന്റൻഷനലി നിങ്ങളെ കരയിപ്പിച്ചാൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഡിസയർ ലഭിക്കും, അല്ലെങ്കിൽ ഇന്റൻഷനലി നിങ്ങളെ പേടിപ്പിച്ചാൽ ഡിസയർ കിട്ടും എന്നുള്ള ഒരു താല്പര്യം ഇതിനകത്തുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളത് ഡിറ്റാച്ച് ആകാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയാണിതെന്നാണ്. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ വൈബ്രേഷൻ അനുസരിച്ചിട്ട് അയാൾ നിങ്ങളെ കുറച്ചൊന്ന് കളിപ്പിക്കുന്ന ഒരു എനർജിയിൽ, ഒരു പ്ലേഫുൾ എനർജിയിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. ആൻഡ് കുറച്ചൊക്കെ ഇത്രയും നാൾ ഞാൻ ഓടിയില്ലെങ്കിൽ എന്റെ പിറകെ ഓടട്ടെ എന്നൊരു കൈൻഡ് ഓഫ് മേ ബി ഈ ഒരു സെൽഫ് റെസ്പെക്ട് പരമായിട്ടുള്ള തിരിച്ചടി ആയിരിക്കാം. പക്ഷെ ഈ പേഴ്സൺ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മേ ബി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്ന അത്രമാത്രമുള്ള കരുതലോ കെയറോ എന്താ വിളിക്കാത്തതെന്നുള്ള ചോദ്യങ്ങളോ വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തീരെ അവരെ മിസ് ചെയ്യുന്നില്ല എന്നതാണ്. സംടൈംസ് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളെ ചെക്ക് ചെയ്യും അല്ലേ, അവർക്ക് നിങ്ങൾ മാത്രമാണ് എപ്പോഴും ചെക്ക് ചെയ്യുന്നത്, അവർക്ക് നിങ്ങളോടുള്ള അത്ര ഇമോഷൻ നിങ്ങൾക്കും അവരോടുണ്ടോ എന്നൊക്കെ അവരും ചെക്ക് ചെയ്യും. അപ്പൊ ആ ഒരു സോണിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും പോകുന്നു. ബിക്കോസ് ഈ ഒരു പേഴ്സൺ പൊസസീവ് ആണ്, നിങ്ങളെ പ്രതി ഒരു വളരെയധികം പൊസസീവ് ആണ്. നിങ്ങളുമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഫാമിലിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഒരു സ്ട്രെസ്ഡ് ആണ്. സാഹചര്യമാണെങ്കിലും എന്താണ് നിങ്ങളുടെ ആ ഒരു ഡിറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മാറി നിൽക്കുമ്പോൾ അവർക്കത് പറ്റുന്നില്ല. ഇപ്പൊ അവരുടെ സാഹചര്യം കൊണ്ടാണ് അവർ മാറി നിൽക്കുന്നതെങ്കിലും ദേ ആർ ഇറിറ്റേറ്റഡ്, അവര് അസ്വസ്ഥരാകുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ പ്രസൻസ് ഇല്ല അവരുടെ അടുത്ത്. അതുപോലെ നിങ്ങളൊരു മാജിക്കൽ എനർജിയാണ്, അവരുടെ പെയിൻസ് ഒക്കെ, വേദനകളൊക്കെ ഈസ് ഔട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു മാജിക്കൽ എനർജിയാണ് നിങ്ങളെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് നടക്കേണ്ടി വരുന്നു. അതായത് ഇപ്പം ഒരു കാല് വയ്യാത്ത ആൾക്ക് വടി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അയാൾക്ക് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ എന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ എന്ന് പറയുന്നത് ശരിയാണ്. ജീവിതത്തിലേക്ക് നേരിട്ട് ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ ഒരു സ്റ്റിക്കാണ് അവരുടെ ലൈഫ് സ്റ്റേബിൾ ആക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു പേഴ്സൺ വളരെയധികം എക്സൈറ്റഡ് ആണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ഓക്കെ, പിന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എബ്രോഡ് സെറ്റിൽ ആയിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണുമായിട്ട് എബ്രോഡ് പോയി സെറ്റിൽ ആകണം, അവിടെ കരിയർ ഉണ്ടാകണം, അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടാകണം, അവിടെ ഫാമിലി ഉണ്ടാക്കാം. നിങ്ങൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത. എനിക്കൊന്നും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കാസ്റ്റോ റിലീജിയൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. പക്ഷെ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഈ ഒരു സൊസൈറ്റി നമ്മൾ അംഗീകരിക്കില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സൊസൈറ്റിയുടെ അടുത്ത് നിന്ന് ദൂരെ പോകാം എന്നൊരു രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. സോ ഇവരെന്തിനും തയ്യാറാണ്, പക്ഷെ നിങ്ങളായിരിക്കാം ചിലപ്പോൾ ബാക്കിലോട്ട് വലിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിന് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ ഇത് പ്രശ്നമാകുമോ എന്ന രീതിയിൽ നിങ്ങൾ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല. പക്ഷെ ഈ ഒരു പേഴ്സൺ ഇവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അത് ഫേസ് ചെയ്യാൻ തയ്യാറായി ഒരുങ്ങി വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു നാട്ടിൽ പോയി ഒന്നിക്കണം എന്ന ഒരു രീതിയിൽ അങ്ങനത്തെ ഒരു ഇഫക്റ്റ് ഈ പേഴ്സണിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു പേഴ്സന്റെ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കറണ്ട് എനർജിയുടെ കാഴ്ച കൂടി നമുക്ക് എടുക്കാം. ഈ പേഴ്സന്റെ ട്രൂ ഡിസയർ തന്നെ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് എല്ലാവർക്കും ഒരു സോൾ പർപ്പസ് ഒക്കെ കാണുമല്ലോ, അതുപോലെ ഈ ഒരു പേഴ്സന്റെ മെറ്റീരിയലിസ്റ്റിക് പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. ഓക്കെ, മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം, മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എനർജി തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. മേ ബി ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം. യെസ്, ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ബാലൻസ്ഡ് ഇമോഷൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങളുമായിട്ട് ഒരു പ്രണയ ജീവിതം തുടങ്ങാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു പേഴ്സൺ അട്രാക്റ്റഡ് ആണ്. ആൻഡ് ആ കാര്യത്തിൽ വളരെയധികം ഈ ഒരു പേഴ്സൺ പാഷനേറ്റും ആണെന്ന് കാണിക്കുന്നുണ്ട്. ഹി ഓർ ഷീ.
യെസ്, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം എനർജിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്. നിങ്ങൾ ഒത്തിരി ദൂരം സഞ്ചരിച്ചു, ഒത്തിരി ദൂരം നിങ്ങൾ സഫർ ചെയ്തു. കൈൻഡ് ഓഫ് ഒരു വലിയൊരു ജേർണിയുടെ എൻഡിങ്ങിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഈ ഇംബാലൻസ്ഡ് ഇമോഷൻസ് ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ആൻഡ് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഇമോഷൻസിനെ കെയർ ചെയ്യാനും അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഇമോഷണലി പെയിൻ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നൊരു രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു പേഴ്സൺ വളരെ ആംഗ്രി ആയിട്ടുള്ള, ദേഷ്യം വരുന്ന, സ്വന്തം നാക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ചെറിയ കാര്യത്തിന് തന്നെ റേസ് ആവുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങളെ വേദനിപ്പിക്കരുത് എന്നൊരു രീതി മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഈ ഒരു പേഴ്സൺ തന്റെ നാക്കിനെ അല്ലെങ്കിൽ തന്റെ സെൻസസുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളെ വിശ്വസിക്കാൻ, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ അനുസരിച്ചിട്ട് എല്ലാം ഹെവിലി പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആണ്. പക്ഷെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് അവര് കാം ആൻഡ് ലവർ എനർജിയിലേക്ക് പോയത്. അല്ലെങ്കിൽ ഇതിനു മുമ്പൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ എവറിത്തിങ് വാസ് എ ഡിസാസ്റ്റർ. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കാരണം തന്നെ ആയിരിക്കാം അവരുടെ വിവാഹ ജീവിതം പൊട്ടിപ്പോയിട്ടുണ്ടാവുക, ഡിവോഴ്സ് ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ മുൻപ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കും, മേ ബി കരിയറിലായിരിക്കാം റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പം അതൊക്കെ പൊട്ടിപ്പോയതിന്റെ റീസൺ ഒരു പരിധിവരെ ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടർ ആയിരുന്നു. പക്ഷേ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ഒരു വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു മാരേജ് മെറ്റീരിയൽ ആയിട്ട് അവർ ഡെവലപ്പ് ആയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെ തന്നെ അവർക്ക് വിവാഹം കഴിക്കണം. വേറൊരു വ്യക്തിക്കും ഇന്നർ ഡെപ്തില് അവരെ മനസ്സിലാക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ അവരൊരു ബിഗിനർ ആണ്. അതുകൊണ്ട് തന്നെ പല ആസ്പെക്ടുകളെ കുറിച്ചും അവർക്ക് നേരെ അറിയില്ല. പല വേറെ കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവരുടെ ആ ഒരു കാർമിക് നേച്ചറിനെ എൻഡ് ചെയ്തിട്ട് പുതിയൊരു ഞാനായി മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയൊരു വേൾഡിലേക്ക് ജന്മം കൊണ്ടതുപോലെ പുതിയൊരു റിക്രിയേഷൻ ഉണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഹവർ അതിന് ഓപ്പർച്യൂണിറ്റി കൊടുത്തത് നിങ്ങളാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരെ മെച്ചപ്പെടുത്തി എന്നൊരു രീതിയിലുള്ള ഇമോഷൻ ഉണ്ട്. സോ അവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഫർട്ട് എടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വേ ഒരുക്കാൻ അവർ തയ്യാറാണ് എന്നതാണ് കാണുന്നത്. ഈവൻ ഈ ഒരു റിലേഷൻഷിപ്പ് ക്രഷിലേ ഇരിക്കുന്നുള്ളൂ എങ്കിൽ ഈ ഒരു പേഴ്സൺ ഏതൊക്കെ രീതിയിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നിങ്ങളെ വീഴ്ത്താം എന്നൊരു രീതി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബിക്കോസ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ. ആൻഡ് ഈ ഒരു ഹാർഡ് വർക്ക് ഇങ്ങനെയും ആകാം. ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അവരോട് ഇമോഷൻ ജനിക്കണം, നിങ്ങൾ അവരെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന അതേ വൈബ്രേഷൻ നിങ്ങളിലേക്ക് ദൈവം കൊടുക്കണം, അവരുടെ വൈബ്രേഷൻ പോലെ നിങ്ങളും തിരിച്ച് അവരിലേക്ക് വൈബ്രേറ്റ് ചെയ്യണം എന്ന രീതിയിൽ ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അവർക്ക് ക്ലിയർ അല്ല നിങ്ങൾക്ക് അവരുടെ ഇമോഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അവരുടെ ഇമോഷൻ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഇൻസെക്യൂർ ആണ്. അല്ലെങ്കിൽ പല പല കണക്ഷൻസ് നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയി നിങ്ങൾക്ക് ചീറ്റിംഗ് ഫേസ് ചെയ്യേണ്ടി വന്നത് കൊണ്ട് ഇനി ഒരു കണക്ഷനിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഇനി ഒരു മാരേജിലേക്ക് ചാടാൻ, അല്ലെങ്കിൽ ഇനി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നിങ്ങൾ പേടിക്കുന്നുണ്ട്, പിൻവലിയുന്നുണ്ട്. ആൻഡ് ഈ പേജ് ഓഫ് കപ്സ് കിട്ടിയപ്പോഴേ പറയണം എന്ന് ആഗ്രഹിച്ചാണ്. മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞതായിരിക്കാം, ഇല്ലെങ്കിൽ ചൈൽഡിഷ് ഇൻ നേച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒത്തിരി ഈ കുട്ടികൾ ഇങ്ങനെ മുട്ടായി വേണം എന്ന രീതിയിൽ ഭയങ്കരമായി മാനിഫെസ്റ്റ് ചെയ്യില്ലേ, ആ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങൾ അത്രത്തോളം അവർക്ക് പ്രിയമുള്ളത് കൊണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു ചൈൽഡിഷ് ഇൻകംപ്ലീറ്റ് എനർജിയാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു കണക്ഷൻ നിങ്ങൾ എന്തോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, നിങ്ങളുടെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ഒരു ചൈൽഡ്, ഈ ഒരു വ്യക്തി, ഹി ഓർ ഷീ, അവര് നിങ്ങൾക്ക് പല ഗുണപാഠങ്ങളും പഠിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പല സ്റ്റോറീസും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. യൂണിവേഴ്സ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിട്ടതിന് എന്തോ ലക്ഷ്യമുണ്ട് എന്നതാണ് മനസ്സിലാവുന്നത്. ബിക്കോസ് ഈ ഒരു ലക്ഷ്യം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആകുന്നു, നിങ്ങളുടെ എന്തോ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നു, നിങ്ങൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്യുന്നു എന്ന് കാണുന്നു. ആൻഡ് നിങ്ങളുടെ എനർജിയിൽ എനിക്ക് വളരെയധികം ഒരു ധാരണ ഇല്ലാത്തൊരു എനർജി ഒക്കെ കാണുന്നുണ്ട്. ഒരു മിസ്മാച്ച്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനം ഇല്ലാത്തൊരു എനർജി ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. മേ ബി നിങ്ങൾ വേറൊരു കണക്ഷനിൽ അറ്റാച്ച്ഡ് ആയിരിക്കാം. അപ്പൊ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ടോക്സിക് ആയിരിക്കാം, അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ലായിരിക്കാം. അപ്പൊ ആ കണക്ഷനിൽ നിന്ന് ചാടി ഈ കണക്ഷനിലേക്ക് വരുമ്പോൾ പിന്നെ വീണ്ടും ഇത് പഴയ പോലെ ആകുമോ എന്നുള്ള ഡൗട്ടുകളായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ ഇൻസെക്യൂർ ആയതുകൊണ്ട് ഈ ഒരു പേഴ്സന്റെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ കണ്ടു
മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വൈബ്രേഷൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ ഹൃദയം ഓൾറെഡി ചപ്പും ചവറും ഈ ഒരു നെഗറ്റീവ് പെയിനും കൊണ്ട് നിറഞ്ഞതാണ്. അപ്പൊ ഇവർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിങ്ങളെ കൊണ്ട് ഒരു നിഗമനത്തിലെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ പലപ്പോഴും ഫിയറിലാണ് പോകുന്നത്. ഈ ഒരു പേഴ്സന്റെ കറന്റ് ഫീലിംഗ് അനുസരിച്ച് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇടിച്ചു കയറണം. ഓക്കെ, അവർക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാകണം ആൻഡ് അവരുടെ പേർപ്പസ് എന്താണോ അത് നിങ്ങളിൽ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്നൊരു രീതിയിലുള്ള ഒരു ഇമോഷനാണ് ഈ ഒരു വ്യക്തിക്ക് കാണുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ കുറേ ആയി വെയിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് പറ്റുന്ന മാക്സിമം ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു വ്യക്തിക്ക് അറിയാം എന്നെങ്കിലും ഇത് സക്സസ് ആകും എന്ന്. ഓക്കെ, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസും ഫിയറും കാരണമാണ് ഈ ഒരു കണക്ഷൻ പലപ്പോഴും ഡിലേ ആകുന്നത് അല്ലെങ്കിൽ ലേറ്റ് ആകുന്നത് എന്നതാണ്. സോ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള വൈബ്രേഷനിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. പക്ഷെ അല്ല, നിങ്ങൾക്ക് വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് ചാടാൻ താല്പര്യമില്ല, സിംഗിൾ ലൈഫ് മതി ഇനി എന്നാണെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുക. ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട്, നമ്മുടെ മനസ്സുമായിട്ട്, നമ്മുടെ ശരീരവുമായിട്ട്, നേച്ചറുമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ റിലേഷൻഷിപ്പ്. സോ അത് നിങ്ങൾ ഒരിക്കലും ചീറ്റ് ചെയ്യത്തില്ല. ആ റിലേഷൻഷിപ്പിൽ വേണം നിങ്ങൾക്ക് പോകാം. ഇല്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഹെഡ് ചെയ്യാൻ താല്പര്യമുണ്ട് മെറ്റീരിയലിസ്റ്റിക് റിലേഷൻഷിപ്പുകൾ, അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ്. ഓക്കെ, അപ്പോൾ ഫർദർ മോർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ ഇത് കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അനുസരിച്ച് എനർജൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്ന ക്രിസ്റ്റൽസ് ആണ്, ഹൈ ക്വാളിറ്റി ക്രിസ്റ്റൽസ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിങ്കിൽ കയറി മേടിച്ചാൽ മതിയായിരിക്കും. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബൈ.